ഇലയില്ലാതെ ചക്കയട ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനായി 2 വലിയ ചുള ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നൈസായി അരച്ചെടുക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു നുള്ളുപ്പും നേരത്തെ അരച്ചു വെച്ച ചക്കയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിനനുസരിച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഒരു വിസ്ക് ഉപയോഗിച്ച് കലക്കിയാൽ പെട്ടെന്ന് ഇതുപോലെ എല്ലാം യോജിച്ച് കിട്ടും. ഈ ഒരു പരുവത്തിലാണ് നമ്മളുടെ മാവിരിക്കേണ്ടത്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി മധുരത്തിനായി ഒരു ചെറിയ കഷ്ണം ശർക്കര ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാമിൽ താഴെ അളവിലെ ശർക്കര എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ 1/2 കപ്പ് അളവിൽ ചിരകിയ നാളികേരവും 4-5 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ കൈ വെച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഈ അടയൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കാം. ദോശയ്ക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയാൽ മതിയാവും. ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ആ ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് എല്ലാം പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാതിയായി ഒന്ന് മടക്കി വയ്ക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ആ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉരുക്കിയ നെയ്യ് കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ തേച്ചാലും മതിയാകും. അപ്പോൾ ആ ഒരു വശം മൊരിഞ്ഞതിന് ശേഷം ഒന്നുകൂടി തിരിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു പലഹാരത്തിന് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി തിരിച്ചു മറിച്ചു വിട്ട് മൊരിയിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ആ ദോശക്കല്ലിൻ്റെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ആ ചൂട് തവയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വെന്ത് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്ത അടയും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആ കല്ലിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഒരു തവി മാവ് കൂടി ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളുടെ ആദ്യത്തെ അട ഒന്നുകൂടി ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പരത്തിയ ദോശയും വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെയും നടുക്കായി ഫില്ലിംഗ് വെച്ച് കൊടുത്ത് പകുതിയായി മടക്കി വയ്ക്കാം. ഇതുപോലെ നെയ്യ് 2 വശവും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. വീണ്ടും തിരിച്ചും മറിച്ചുമിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. കല്ല് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോഴേക്കും നമ്മളുടെ ആദ്യത്തെ അട തയ്യാറായിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റി വീണ്ടും 1 സ്പൂൺ മാവൊഴിച്ച് ഒന്ന് പരത്തിയെടുത്ത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഇതിലും വലിയ ദോശത്തവയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 3-4 അടയൊക്കെ ഒരേ സമയം തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇരുമ്പ് കല്ലിന് പകരം നോൺ സ്റ്റിക്ക് പാത്രത്തിലാണേലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ദോശ പരത്തിയെടുക്കുമ്പോൾ കുട്ടി ചെറിയ ദോശയായി പരത്തിയെടുക്കാനൊന്ന് ശ്രദ്ധിക്കണേ. ഒരുപാട് വലിയ ദോശയായി പോയാൽ നമ്മൾക്ക് ആ അടയുടെ കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ തീയിൽ കിടന്ന് അടയെല്ലാം വെന്ത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരളവിൽ 8 ചക്കയട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇലയില്ലേലും ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊരട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ളൊരു അടയുടെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.